നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ദി റോയൽസ് എന്ന വെബ് സീരീസ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് പാഠങ്ങൾ ഈ സീരീസ് നമുക്ക് നൽകുന്നുണ്ട്. ഒരു വലിയ രാജകുടുംബം ശരിയായ സാമ്പത്തിക ആസൂത്രണമില്ലാതെ കടക്കിടയിലാകുന്നതും ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി സ്വന്തം പ്രയത്നത്തിലൂടെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ആ രാജകുടുംബത്തെയും അവരുടെ ബിസിനസിനെയും രക്ഷിക്കുന്നതുമാണ് കഥയുടെ പ്രധാന ഇതിവൃത്തം. ഇതിലൂടെ നമുക്ക് പഠിക്കാനാകുന്ന വിലപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. സിനിമയിൽ രാജാവായ മിലിന്ദ് സോമന്റെ മരണശേഷം സ്വത്തുക്കൾ ഭാഗം വെക്കുന്ന സമയത്താണ് രാജകുടുംബം വലിയ കടക്കിടയിലാണെന്ന ഞെട്ടിക്കുന്ന സത്യം കുടുംബാംഗങ്ങൾ തിരിച്ചറിയുന്നത്. അവിടെ നിന്നാണ് കഥാഗതിയിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വലിയൊരു സംരംഭകയായി മാറിയ നായികയായ സോഫി തന്റെ ബിസിനസ് തന്ത്രങ്ങളിലൂടെയും മികച്ച മാർക്കറ്റിംഗിലൂടെയും രാജകുടുംബത്തിന്റെ കടങ്ങൾ വീട്ടുകയും അവരുടെ ബിസിനസ് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഒന്നാമത്തെ പാഠം, നമ്മൾ വാങ്ങുന്ന വസ്തുക്കളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക എന്നതാണ്. സിനിമയിൽ രാജകുടുംബം സാമ്പത്തികമായി തകർന്നപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന വില കൂടിയ കാറുകളും വജ്രാഭരണങ്ങളും വിൽക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ വാങ്ങിയ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അവ വിൽക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുമോ, അതിന്റെ മൂല്യം നിലനിൽക്കുമോ എന്നൊക്കെ ചിന്തിക്കണം. ആഡംബര വസ്തുക്കൾ പലപ്പോഴും ആസ്തിയേക്കാൾ ബാധ്യതയായി മാറിയേക്കാം. രണ്ടാമതായി, സമൂഹത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക എന്നതാണ്. രാജകുടുംബം എന്ന പേര് നിലനിർത്താൻ വേണ്ടി മാത്രം അവർ ധാരാളം പണം ആഡംബരങ്ങൾക്കും വില കൂടിയ സമ്മാനങ്ങൾ നൽകുന്നതിനും മറ്റുമായി ചിലവഴിക്കുന്നു. ഇത് അവരുടെ കടം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. രാജകുടുംബമായാൽ പോലും സാമൂഹികമായ പ്രശസ്തിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാതെ ഭാവിയെക്കുറിച്ചും കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ പ്രധാന കാര്യം, ശരിയായ സാമ്പത്തിക ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ ഒരു നല്ല സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പ്രാധാന്യമാണ്. ഇത്രയും വലിയൊരു രാജകുടുംബത്തിൽ പോലും പണം കൈകാര്യം ചെയ്യാൻ കൃത്യമായ അറിവുള്ള ഒരാളോ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവോ ഇല്ലാതിരുന്നത് അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം അത്യാവശ്യമാണ്. നാലാമതായി, നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ഈ സിനിമയിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നായികയായ സോഫി തുടക്കത്തിൽ ചില പിഴവുകളിലൂടെ ബിസിനസ്സിൽ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് മികച്ച ആസൂത്രണത്തിലൂടെ അവർ വിജയം കൈവരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സംരംഭകന് വ്യക്തി ജീവിതവും തൊഴിൽ ജീവിതവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ്. തളരാതെ മുന്നോട്ടു പോകാനുള്ള കഴിവും പ്രധാനമാണ്. അപ്പോൾ ദി റോയൽസ് എന്ന വെബ് സീരീസ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള വിലപ്പെട്ട ചില പാഠങ്ങൾ കൂടി നമുക്ക് നൽകുന്നുണ്ട്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കൽ, വാങ്ങുന്ന വസ്തുക്കളുടെ മൂല്യം തിരിച്ചറിയൽ, സംരംഭകത്വത്തിലെ സ്ഥിരോത്സാഹം എന്നിവയുടെയൊക്കെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പാഠങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.